ശിഷ്യന്മാരും എന്തു ചെയ്തു? പ്രാർത്ഥിച്ചു. യേശു പഠിപ്പിച്ചു അവരെ എന്തു ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എന്താ കാര്യം? യേശു അവരെ വേറെ ഒന്നും പഠിപ്പിച്ചില്ല. എന്താ പഠിപ്പിച്ചു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. രോഗശാന്തി പഠിപ്പിച്ചോ? ഇല്ല. നിങ്ങൾ പോയി രോഗശാന്തി ചെയ്യാനേ പറഞ്ഞുള്ളൂ. യേശു അവരെ പ്രസംഗം പഠിപ്പിച്ചോ? ഇല്ല. യേശു അവരെ എന്തോ പഠിപ്പിച്ചു? യേശുവിനറിയാം പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം എന്തു ചെയ്യും? നടക്കും. പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നടക്കും, ഭൂതശാന്തി നടക്കും, പ്രസംഗവും കെട്ടും, ദൂതും കെട്ടും, എല്ലാം കെട്ടും. എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. എന്ത് ചെയ്താൽ മതി? അതുകൊണ്ട് യേശു കർത്താവ് എന്താ പഠിപ്പിച്ചേ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് എന്ത് ചെയ്യാൻ പഠിപ്പിച്ചു? പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചവൻ ഇതെല്ലാം ചെയ്യും. ചെയ്യുമോ? ചെയ്യും. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എങ്ങനെ പഠിപ്പിച്ച്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ അവർ അന്ന് പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്ന ഒരു രീതിയില്ല. യാവേ എന്നുള്ള പേര് ഉച്ചരിക്കാൻ പേടിക്കുക. അതുകൊണ്ട് യഹൂദൻ വാ കഴുകിയ ദൈവനാമം ഉച്ചരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ പറയുന്നുണ്ട്, അപ്പം ഞാൻ നിന്നോടും സ്വർഗമെന്ന് സബ്സ്റ്റിറ്റ്യൂട്ടാണ്, ദൈവത്തിന് പകരമുള്ളൊരു വാക്കാണ്. അപ്പം ഞാൻ നിന്നോടും സ്വർഗത്തോടും എന്ത് ചെയ്തു? പാപം ചെയ്തെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡാണ്. പ്രിയരെ, യാവേ എന്ന് പറയാൻ പോലും പേടിയുള്ള അവരോട് ദൈവം പറഞ്ഞു, വിളിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഏറ്റവും വലിയൊരു അറിവ് അവിടെ കൊടുക്കുക. ദൈവം നമുക്ക് ആരാണ്? പിതാവാണ്. എന്ത് പിതാവാ? ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്നൊരു പിതാവുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം പറയുന്നു, ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന ആരുണ്ട്? പിതാവുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ചോദിച്ച് കിട്ടിയ അനുഗ്രഹങ്ങളാണോ കൂടുതൽ ചോദിക്കാതെ കിട്ടിയതാണോ? ചോദിക്കാതെ കിട്ടുന്നതാണ് അനുഗ്രഹം കൂടുതൽ. ഹല്ലേലൂയ. ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്ന ആരുണ്ട്? പിതാവുണ്ട്. ഉണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ചെയ്തേ. ഞാനൊരു പ്രാവശ്യം ഈ തെക്കൂന്ന് അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരു 4-4:30 എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് ഈ ചെമ്മീൻ പ്രോൺസ് ഉണ്ട്, അത് ഞാൻ വരുന്ന വഴിക്ക് മേടിച്ച നിങ്ങളുടെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി മേടിച്ച. പക്ഷേ എനിക്ക് വീട്ടിലോട്ട് പോകാൻ സമയമില്ല, ആരെങ്കിലും ഒരാൾ ടൗണിൽ വരെ ഒന്ന് വിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാര് വരുന്നുണ്ട്, വീട്ടിൽ പോകാൻ സമയമില്ല, പുള്ളിയുടെ കൈ കുറച്ച് പ്രോൺസ് ഉണ്ട്, ചെന്ന് മേടിച്ചോളാൻ പറഞ്ഞു. ടൗണിലോട്ട് ആരെങ്കിലും വിടാൻ പറഞ്ഞു. ഞാൻ പ്രോൺസ് ഉണ്ട് ടൗണിൽ വിടാൻ പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് കരയുന്ന കേൾക്കാം. പ്രോൺസ് പറഞ്ഞപ്പോൾ എന്തിനാ കരയുന്നേ? അവൾ പെട്ടെന്ന് കരയുന്നു, വിതുമ്പുന്നു. ഫോണിൽ കൂടെ കരച്ചിൽ കേൾക്കാം, വിതുമ്പൽ കേൾക്കാം. ഞാൻ ചോദിച്ചു, എന്തിനാടി കൊച്ചേ കരയുന്നേ? അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, അമ്മ 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 ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി പ്രോൺസ് ബിരിയാണി വെച്ചുകൊണ്ട് വന്നു, ഞങ്ങൾക്കെല്ലാം ഷെയർ ചെയ്തു. എന്തോ രുചിയായിരുന്നറിയാം, എന്തോ രുചിയായിരുന്നറിയാം. അമ്മ കുറച്ച് പ്രോൺസ് മേടിച്ച് ഒരു നല്ല പ്രോൺസ് ബിരിയാണി വെച്ച് തരാമോ? എന്നിട്ട് എടുത്ത വായിൽ ഒരു തള്ള്, ഒരു കൊട്ട്. എന്നാന്നറിയാം, നടക്കത്തില്ലെന്നറിയാം ഈ വീട്ടിൽ, പിന്നെ പറഞ്ഞെന്നേ ഉള്ളി. നടക്കത്തില്ലെന്നറിയാം, പിന്നെ എന്ത് ചെയ്തേ ഉള്ളൂ? പറഞ്ഞേ ഉള്ളൂ. ഇത് പറഞ്ഞ് വായിലോട്ടിടുകയും എന്നെ ഒരാൾ വിളിച്ചു, പ്രോൺസുമായിട്ട് വരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടുന്നാ? ഉച്ച കഴിഞ്ഞ് ആലപ്പുഴ വഴി വന്നപ്പം കണ്ടപ്പം തോന്നി നിങ്ങൾക്ക് മേടിച്ചേക്കാം. അപ്പം ഞാൻ മക്കളെ വിളിച്ച് പറഞ്ഞു, പ്രോൺസ് ബിരിയാണി വേണമെന്ന് ഉച്ചയ്ക്ക് ആഗ്രഹിച്ചു. പറഞ്ഞോ? ഇല്ല. വീട്ടിൽ പോയി എന്ത് ചെയ്യണം? പറയണം. അന്നേരം ഉച്ചയ്ക്ക് ആലപ്പുഴ വഴി വന്ന ഒരാളോട് പറഞ്ഞു മേടിച്ചോളാം. ചെറിയൊരു കാര്യമാണെങ്കിലും വലിയ സംഭവമൊന്നും അല്ലത്. എനിക്കും അറിയാം വലിയ സംഭവമല്ലെന്ന്. പക്ഷേ എനിക്കത് വലിയ സംഭവമായി. എന്നാ കാര്യം? ഞാൻ കുഞ്ഞോട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മക്കളാണെങ്കിലും ചോദിച്ചാൽ കിട്ടും, വലിയ പണക്കാരുടെ മക്കളാണെങ്കിൽ ചോദിച്ചാൽ കിട്ടും. പക്ഷെ ചോദിക്കാതെ കിട്ടുന്നൊരു മക്കളുണ്ടെങ്കിൽ അത് ഈ തമ്പുരാൻ്റെ മക്കളാ. നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന സ്വർഗസ്ഥനായ ഒരു അബ്ബായുണ്ട്. അബ്ബായേന്ന് സ്തോത്രം ചെയ്ത് വിളിച്ച് നമ്മൾ കുറച്ചുകൂടെ ദൈവത്തോട് അങ്ങ് ഇൻറ്റിമസി ആകണം. കുറച്ചുകൂടെ സത്യത്തിൽ നമ്മുടെ പരസ്യപ്രാർത്ഥനയും നല്ല വാക്കുകൾ വേണം. പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥനയിലും നിത്യനും വിശുദ്ധനും ഉന്നതനും ഉയർന്നവനൊന്നും വിളിക്കരുത്. കർത്താവ് ചോദിക്കുക, ആരെയാണ് വിളിക്കുന്നത്? നമുക്ക് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, പരസ്യപ്രാർത്ഥനയെ കുറച്ച് നല്ല വാക്കുകളൊക്കെ നല്ലതാണെങ്കിലും ഒറ്റയ്ക്കുള്ള വാക്കുകളെങ്കിലും ദൈവത്തെ അബ്ബാന്ന് വിളിക്കാൻ കഴിയണം. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ആരുണ്ട്? അബ്ബ ഉണ്ട്. ചോദിക്കും മുമ്പ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മറക്കരുത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അടുത്ത വാക്യം, അങ്ങയുടെ നാമം എന്താകണം?
വിശുദ്ധമാകണം. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അവർ അർദ്ധരാത്രിയിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ആര്? യേശു പഠിപ്പിച്ചു. ആരാ മക്കളെ പഠിപ്പിച്ചേ? യേശു പഠിപ്പിച്ചേ. എങ്ങനെ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ പദവിയാണ് തന്നത്. ഈ ദൈവം നമുക്ക് യേശുവിലൂടെ ആരാണ്? പിതാവാണ്, അപ്പായാണ്. അപ്പം അപ്പാന്ന് വിളിക്കാൻ ലഭിച്ച പദവി ചെറിയൊരു പദവിയാണോ? അല്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നാളെയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? വിചാരപ്പെടേണ്ട. നാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെട്ടോളാം. നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നൊരു ദൈവം ഉയരത്തിലുള്ളത് കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. അവൻ നമ്മുടെ പരിപാലകൻ, നമ്മുടെ വലത്തുഭാഗത്ത് നമുക്ക് തണല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം എന്താക്കപ്പെടണേ? വിശുദ്ധമാക്കപ്പെടണം. ആ വാക്ക് എല്ലാവരും പറഞ്ഞേ. അങ്ങയുടെ നാമം എന്താക്കണം? വിശുദ്ധമാക്കണം. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് സറാഫുകൾ ഇടതടവില്ലാതെ രണ്ടുകൊണ്ട് പാദം മൂടി മുഖം മൂടി പറക്കുകയാണ്. പിന്നെന്തിനാ യേശു കർത്താവ് പഠിപ്പിച്ചത്? ദൈവമേ, അങ്ങയുടെ നാമം പൂജിതമാക്കപ്പെടണമെന്ന്, വിശുദ്ധമാക്കപ്പെടണം. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ നാമം എന്താണ്? വിശുദ്ധമാണ്. പ്രിയരെ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ നാമം എന്താ? വിശുദ്ധമാണ്. പക്ഷെ ഒരു കാര്യം, വിശുദ്ധമാണോ? ആണ്. ആ ദൈവം പഠിപ്പിച്ചു പ്രാർത്ഥിക്കണം. അങ്ങയുടെ നാമം എന്താക്കണം? പൂജിതമാക്കപ്പെടണം. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഇതാണ്, പരിശുദ്ധമായ ദൈവനാമം ഭൂമിയിൽ പരിശുദ്ധമാകുന്നതോ വിശുദ്ധമാകുന്നതോ ആരിലൂടെ? നമ്മളിലൂടാണ്. നമ്മളിലൂടെ ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടാം. നമ്മളിലൂടെ ദൈവനാമം എന്ത് ചെയ്യപ്പെടാം? ദുഷിക്കപ്പെടാം. എപ്പോഴും പ്രാർത്ഥിക്കണേ, കർത്താവെ, വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ ഒത്തില്ലെങ്കിലും, വലിയ മിഷൻ വർക്കൊന്നും ചെയ്യാൻ ഒത്തില്ലെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിക്കണം. ദൈവനാമം ദുഷിക്കാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവനാമം എന്ത് ചെയ്യരുത്? ദുഷിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ഈ റാന്നിക്കാർ സ്നേഹം കൂടിയാൽ വിളിക്കുന്നൊരു വാക്കുണ്ട്. ഇച്ചിരി അടിച്ചാൽ പിന്നെ അവരെല്ലാവരെയും വിളിക്കുക അളിയാന്ന. ഭയങ്കര സ്നേഹം. അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അളിയന്മാരുണ്ട്. അതിലൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയനെ വിടാ. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ഇപ്പം ഇട്ടിപ്പാറയ്ക്ക് വരണം, ടൗണാ. ഞാൻ പറഞ്ഞു, വരാൻ നേരെയില്ല, ഞാൻ വരത്തില്ല. അല്ലളിയാ, ഇപ്പം വരണം, എമർജൻസിയാണ്, വന്നേ ഒക്കത്തുള്ളൂ. എന്താ കാര്യം? അളിയൻ വരണം ഇപ്പം. കാര്യം ചോദിച്ചപ്പോഴല്ലേ പറയുന്നേ, ബിവറേജ് കോർപ്പറേഷൻ കുപ്പി വിൽക്കുന്നിടത്ത് ക്യൂ നിപ്പുണ്ട്. നമ്മുടെ ഒരു പാർട്ടി വിശ്വാസിയാ, നമ്മുടെ സഭയിൽ വരുന്ന. അവൻ ക്യൂ നിപ്പുണ്ട്. എന്തോ മേടിക്കാനാ? കുപ്പി മേടിക്കാൻ. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനങ്ങ് വരാം. അവൻ്റെ മുമ്പിൽ കൂടെ 2 വട്ടം നടക്കുമ്പോൾ അവൻ എന്നെ എന്തു ചെയ്യും? കാണും. പിന്നെ വരത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. അളിയൻ എവിടെ ഉണ്ട്? ഞാൻ അവൻ്റെ ക്യൂവിൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു 3 ക്യൂവിൽ ഒരു 2-3 പേരുടെ പുറകിൽ നിന്നുകൊണ്ടാണ് അളിയൻ വിളിക്കുന്നത്, അളിയ ബാ, ഇവനിവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അളിയൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിവിടെ എന്തു ചെയ്യാം? നിൽക്കാം. പക്ഷെ നീ ഇവിടെ എന്തു ചെയ്യരുത്? നിൽക്കരുത്. അതിനെ നീ എന്നാ കുഴപ്പം? ഞാനും ഇന്ത്യൻ പൗരനല്ലേ? ബിവറേജ് കോർപ്പറേഷൻ എനിക്ക് വേണ്ടിയുള്ളതല്ലേ? പക്ഷെ നീ എന്താ ഇവിടെ നിന്നാ കുഴപ്പം? നീ വിശ്വാസിയായതുകൊണ്ട് ദൈവനാമം ദുഷിക്കും. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവമേ, നമ്മൾ മുഖാന്തരം ദൈവനാമം എന്തു ചെയ്യരുത്? ദുഷിക്കരുത്. നമുക്ക് വലിയ കാര്യങ്ങൾ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അറിയാതെ ദൈവനാമം ദുഷിക്കുന്നത്. നമ്മുടെ സംസാരം. എന്നെ ഒരിക്കൽ ഒത്തിരി നാക്കുമ്പോൾ ഞാൻ വിദേശത്തൊക്കെ പോയിട്ട് പോകുന്ന ആദ്യ കാലങ്ങളിലൊക്കെ പോയിട്ട് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഒരു RSS സമൂഹത്തിൽപ്പെട്ട അതിൻ്റെ ഒരു വോളണ്ടിയറായിട്ടുള്ള ഒരു സഹോദരൻ, എൻ്റെ അടുത്ത കൂട്ടുകാരനാ, പ്രാണസ്നേഹിതനായിരുന്നു, ഒന്നിച്ച് പഠിച്ച. അവൻ എന്നെ വിളിച്ചു, ഡാ, നീ ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ലടാ. എന്നടാ? എൻ്റെ കൂട്ടുകാരനല്ലേ, നീ വിദേശത്ത് എങ്ങാണ്ട് പോയേക്കുമായിരുന്നോ? ആയിരുന്നു. എടാ, നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. നീ ഞായറാഴ്ച രാവിലെ വല്ല വേദപുസ്തകമൊക്കെ വായിച്ച് നല്ല പ്രസംഗിക്കണം. ഈ പോയ കഥകളൊന്നും പറയരുത്. ഞാൻ ചോദിച്ചു, നിനക്കെന്നടാ? നീ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലടാ, ഇന്ന് യോഗം കഴിഞ്ഞിട്ട് എൻ്റെ ഓട്ടോയിലാണ് നിങ്ങളുടെ കുറേ പേര് കയറിപ്പോയി. അപ്പോൾ അവർ പറയുന്നു, ഒരുത്തൻ പോയിട്ട് വന്നിട്ട് അവരുടെ വിശേഷം പറയുക. ഇവൻ പോയത് അവൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ പോരായിരുന്നു? നമ്മളോട് ഇതിനാ പറയുന്നത്. ഇതെവിടെ നിന്നുകൊണ്ട് പറഞ്ഞു?
എൻ്റെ RSSകാരൻ സത്യം, അവൻ RSSകാരനാ, അവനെൻ്റെ സ്നേഹിതനാ, അവൻ എന്നെ ഉപദേശിച്ചു, നീ ഇങ്ങനൊന്നും പറയണ്ട, ഈ ഓട്ടോറിക്ഷ ഇരുന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. എന്തോ ദുഷിക്കും, ദൈവനാമം ദുഷിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇനിയും എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. ദൈവനാമം എന്ത് ചെയ്യരുത്? ദുഷിക്കരുത്. ഞാൻ MA പഠിക്കുമ്പോൾ ഞങ്ങളുടെ നല്ല സുഹൃത്തുക്കളാണ്, ചങ്ക്, എന്താണ് പിള്ളേരെ പറയുക, ചങ്ക് ബ്രോസാണ്, ചത്ത കൂടെ നിൽക്കുന്ന പിള്ളേരാ, എന്നെ സ്നേഹിതരായിരുന്നു. അവരെല്ലാം കൂടെ, ഞങ്ങളുടെ ഒരു ഗായികയുണ്ട്, നല്ല ഗായികയായിരുന്നു. അവർ പറഞ്ഞു നമുക്ക് ഫെയർവെല്ലുണ്ട്, അപ്പം കോളേജിൻ്റെ ഫെയർവെല്ലുണ്ട്, ടൂറ് പോകുന്നുണ്ട്, ഇതെല്ലാം അല്ലാതെ ഞങ്ങളുടെ ഒരു ചങ്കിൻ്റെ ഫെയർവെൽ എവിടാ? കൊമരകത്തൊരു ഷാപ്പിൽ വെച്ചാ, നീ വരണം. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലടാ, എനിക്ക് ഒന്നാമത്തെ കാര്യം പേടിയാ ഷാപ്പിൽ പോകാൻ, 2 കള്ളിന് ഷെയർ തരത്തില്ല, കാരണം സ്വത്രാജ്യ പൈസയും കൊണ്ട് ഞാൻ വരുന്നത്, അതുകൊണ്ട് എനിക്ക് കള്ളിന് ഷെയർ തരാൻ നോക്കത്തില്ല. അപ്പോൾ അവർ കണ്ടീഷൻ വെച്ചു, കള്ളിന് ഷെയറും തരണ്ട, നീ പൈസയും തരണ്ട, കള്ളും കുടിക്കേണ്ട, നീ കപ്പയും മീനും തിന്നാൽ മതി, നീ വരണം. അവസാനം ഞാൻ അവരോട് പോയി. ആ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ അമ്മയും കൊണ്ടൊരു വീട്ടിൽ പോയി. ആ വീട്ടിലെ സുവിശേഷം പറയാൻ അമ്മയുടെ കൂടെ പോയതാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അമ്മ എൻ്റെ അമ്മയെ കണ്ടിട്ട് എന്നെയും കണ്ടിട്ട് അവിടുത്തെ മോനോട് പറഞ്ഞു, എൻ്റെ മോനെ ഓർത്തിരിക്കുക, അങ്ങ് സങ്കടമായി, ഇവൻ ഇച്ചിരി ഉഴപ്പായി, ഇവനെ കൂട്ടുകെട്ട് കൂടുതല, മോനെ നീ പ്രിൻസ് മോനെ കണ്ട് പഠിക്കുക, അവന് നല്ല ചെറുക്കനാ, ഞായറാഴ്ച വന്ന് ഇവനെ കൊണ്ടുപോകണേ. ഞാൻ പറഞ്ഞടാ വരണം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരിക്കുമ്പോൾ എനിക്ക് കപ്പയും മീനും തന്നു. അവരെല്ലാം കള്ളെടുത്ത് വെച്ചു. മോളെ സത്യം ഞാൻ കുടിച്ചില്ലടി, നീ എന്നെ നോക്കല്ലടി, ഞാൻ കുടിച്ചില്ലടി കൊച്ചേ, നീ വിശ്വസിക്കുക, ഞാൻ കുടിച്ചില്ല. പക്ഷേ ഞാൻ കപ്പയും മീനുമായിട്ട് ഇവിടെ ഇരിക്കുക, അവരെല്ലാം കള്ളു കുടിക്കുക, വലിയ കുടിയൊന്നും അല്ല, എന്നാലും ഒരു സന്തോഷം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 3-4 ബൈക്ക് വന്നിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അതിലൊരു പയ്യൻ, ഈ പയ്യനാ. അമ്മ പറഞ്ഞില്ലേ ഞായറാഴ്ച വന്ന് എന്ത് ചെയ്യണം, വിളിച്ചുകൊണ്ട് പോകണം. എന്തോ ചെയ്യാനാ? ഞാൻ അവിടെ നിന്ന് ഉരുകി, ഭൂമി അങ്ങ് താണു പോണേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ നിലത്തിരുന്ന് അവിടുത്തെ ഒരു പലക ഇളകി കിടന്ന് തല്ലി പൊട്ടിച്ചിട്ട് വലിഞ്ഞ് നിരങ്ങി പുറത്തിറങ്ങി. വല്ല ഗതികേടുണ്ടോ? എന്താ കാര്യം? ഞാൻ കുടിച്ചോ? ഇല്ല, സത്യമായിട്ടും കുടിച്ചില്ല. പക്ഷേ അവനെന്നെ കണ്ടായിരുന്നെങ്കിൽ അവൻ്റെ അമ്മയോട് എന്ന് പറഞ്ഞേനെ, കണ്ട് പുന്നാര മോനെ എവിടാ? ഷാപ്പില. എന്തോ ദുഷിക്കും? ദൈവനാമം ദുഷിക്കൂടാ. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചോനെ, കർത്താവെ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ദൂഷിക്കരുതേ. അയ്യോ എൻ്റെ പൊന്നു പ്രിയരെ, വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും, നിങ്ങൾ ഛത്തീസ്ഗഡിൽ പോയി രക്തസാക്ഷിയായില്ലെങ്കിലും, മണിപ്പൂരിലേക്ക് മാർച്ച് നടത്തിയില്ലെങ്കിലും ഒരു കാര്യം ചെയ്യണേ, ദൈവനാമം ദൂഷിക്കാതിരിക്കാം പ്രാർത്ഥന. കരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് നമ്മളിലൂടെ, നമ്മുടെ മക്കളിലൂടെ, നമ്മുടെ ഒരു 3 തലമുറ അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ജനിക്കാൻ പോകുന്ന മക്കൾ വരെ കൂടെ ദൈവമേ ദൈവനാമം ദൂഷിപ്പിക്കല്ലേ കർത്താവേ. ദൈവനാമം വളരെ ഗൗരവമായിട്ടും കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ദൈവനാമം ദൂഷിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം കേട്ടോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം എന്താകണേ, വിശുദ്ധമാകണമേ. 2024 ദൈവം നമുക്ക് തരികയാണെങ്കിൽ പ്രാർത്ഥിക്കണം, ദൈവമേ ദൈവനാമം ദുഷിക്കാൻ ഇടയാകരുത്. പക്ഷെ ചെറിയ കാര്യങ്ങളിലൂടെ എന്തുയരാം? ദൈവനാമം എന്ത് ചെയ്യാം? മഹത്വപ്പെടാം. ചെറിയ കാര്യം മതി, നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്യണ്ട. കൊച്ചു കാര്യങ്ങളിലൂടെ ചിലപ്പോൾ എന്ത് ചെയ്യാം? ദീർഘവർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം. ദീർഘവർഷങ്ങൾക്ക് മുമ്പാണ്. ഉച്ച കഴിഞ്ഞു, നമ്മൾ ഞായറാഴ്ചത്തെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ച ആരാധന എല്ലാം കഴിഞ്ഞൊരു 3-4 മണിയായപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ ആഡംബര കാറ്, നല്ലൊരു ബെൻസ് പോലത്തെ ഒരു വലിയ കാറ്, ഓർക്കുന്നില്ല കമ്പനി എന്താണെന്ന്, ഏതായാലും വലിയ ആഡംബര കാറാ. അത് വന്ന് മുറ്റത്ത് ഇന്നു. അതിനകത്തുനിന്ന് അജാന ബാഹുവായ നല്ല സുമുഖനായ ഒരു നല്ല വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട ഒരാൾ കയറി വന്നു. അലക്കി തേച്ച കണ്ടാലേ അറിയാം, ഏതോ വലിയ പ്രമുഖനായ ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ പ്രിൻസിൻ്റെ വീടാണോ? ആണോ? അദ്ദേഹം ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാനാ. അദ്ദേഹം വന്നിട്ട് എനിക്കൊരു വലിയ കേക്ക് തന്നു, ടോക്കൺ ഓഫ് മൈ ലവ്. ഞാൻ ചോദിച്ചു എന്താ കാര്യം? പറയാം, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അപ്പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവം, അദ്ദേഹം ഞങ്ങളുടെ ഒരു വേറൊരു വഴി കൂടെ തൻ്റെ വാനെ പോവുക, വലിയ ബിസിനസ്സുകാരനാണ്. ശനിയാഴ്ച കളക്ഷൻ കഴിഞ്ഞ് പോവുക. കോടിക്കണക്കിന് രൂപയുടെ കളക്ഷൻസ് ലിക്വിഡ് ക്യാഷായി അദ്ദേഹത്തിൻ്റെ വണ്ടിക്കകത്തുണ്ട്.
അപ്പോൾ ഇച്ചിരി ഇരുട്ടുന്നു. പുള്ളിക്ക് ആ സ്ഥലത്തൂടെ പോയപ്പോൾ മനസ്സിനൊരു പേടി. പുള്ളി തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ പഠിക്കൽ കൂടെ വന്നു. ഞങ്ങളുടെ പഠിക്കൽ കൂടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ടയർ പഞ്ചറായി. സ്റ്റെപ്പിന് നോക്കിയപ്പോൾ സ്റ്റെപ്പിനും പഞ്ചറാണ്. മാറിയിടാനുള്ള ആരോഗ്യമൊന്നും ഈ സഹോദരനില്ല, അതിനുള്ള കാര്യങ്ങളും ഇല്ല. അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് വെച്ച് കോടിക്കണക്കിന് രൂപ വണ്ടിക്കകത്തിരിക്കുക. അപ്പോഴാണ് ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർമാരും കൊച്ചു പിള്ളേരും എല്ലാവരും കൂടെ യോഗത്തിന് പോകാൻ നേരത്ത് അവർ വന്ന് വണ്ടിയെ കയറി നോക്കിയപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നു. നോക്കിയപ്പോൾ സ്റ്റെപ്പിനി ഇല്ല. ഇനി സ്റ്റെപ്പിനി കൊണ്ട് ഇത് അഴിച്ചുകൊണ്ട് ടയർ മാറിക്കൊണ്ടിടുമ്പോൾ സമയം പോവും. അപ്പോൾ വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞ് യോഗത്തിന് പോകാൻ സമയമായി, എന്തോ ചെയ്യണം. അവർ വണ്ടി എടുത്തു. ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിനകത്ത് ഒരാൾ ഇരുന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ടയർ പൊട്ടി ഒരാളെ കണ്ടിട്ട് മാറിക്കൊടുക്കാതെ എങ്ങാനും പോയെന്ന് പ്രിൻസിപ്പാലെങ്ങനെ അറിഞ്ഞെങ്കിൽ ഇന്ന് എല്ലാത്തിനും കിട്ടുമെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം കേട്ടു. ഉടനെ അമ്മമാരെ തിറങ്ങി പിള്ളേരെ ലച്ചാടുക്ക് പിടുക്കുന്ന ഒരുത്തൻ ബാക്കി പിന്നെ ജാക്കി വെച്ചു, ഒരുത്തൻ അഴിച്ചു, ഒരുത്തൻ പിടിച്ചു, ഒരുത്തൻ കൊണ്ടുപോയി മാറിക്കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് വിട്ടു. അപ്പം പുള്ളിക്കാരൻ തിരിച്ചു വന്ന് പറഞ്ഞ എന്നാണെന്നറിയാമോ, ഇത് ഈ ചർച്ചിൻ്റെ കൾച്ചറാണ്. ആൻഡ് ദാറ്റ് കൾച്ചർ ഈസ് ദ കൾച്ചർ ഓഫ് ദ പാസ്റ്റർ. ഞാനൊരു കത്തോലിക്കനാണ്, പക്ഷേ നിങ്ങളെ ഒന്ന് കണ്ട് അഭിനന്ദിക്കണം തോന്നിയിട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് വന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ ആളാണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ നമ്പറൊക്കെ പോയി, എങ്കിലും തിരുവല്ല കോട്ടയത്തിനിടയ്ക്ക് എന്താവശ്യം ഏത് രാത്രി ഉണ്ടായാലും സഹായിക്കാൻ ഒക്കുന്ന ബന്ധങ്ങളുള്ള ഒരാളാണ് ഞാൻ, അത്രയും മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം കാർഡൊക്കെ തന്നിട്ട് പോയി. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു കാര്യം മതി എന്തുയരാൻ, ദൈവനാമം മഹത്വപ്പെടാൻ. ചെറിയൊരു കാര്യം മതി എന്ത് ദുഷിക്കാൻ, ദൈവനാമം ദുഷിക്കാൻ. അതുകൊണ്ട് പ്രിയരെ, കർത്താവിൻ്റെ നാമം ഉയരാനായിട്ട് പ്രാർത്ഥിച്ചേ. ദൈവനാമം അശുദ്ധമാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചേ. ഒരു വാക്കിലൂടെ പോലും ദൈവനാമം അശുദ്ധമാകല്ലേ എന്ന് പ്രാർത്ഥിച്ചേ. കരം ഉയർത്തി പ്രാർത്ഥിച്ചേ. ചെറിയ വിഷയങ്ങളിൽ പോലും ദൈവനാമം അശുദ്ധമാകല്ലേ. വിശുദ്ധീകരിക്കപ്പെടണം. ഒരു വാക്കിലോ ഒരു പ്രയാസത്തിലോ ഒരു വസ്തുതർക്കത്തിലോ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു കുടുംബം വീതം വെക്കുമ്പോഴോ ഒന്നും വിട്ടുകൊടുത്തേക്കണം. ദൈവമേ, അങ്ങയുടെ നാമം ദുഷിക്കേണ്ട അപ്പ, എല്ലാം ദൈവമല്ല തരുന്നേ, നമ്മളല്ലല്ലോ. അങ്ങയുടെ നാമം എന്താകണേ, വിശുദ്ധമാകണമേ. പ്രാർത്ഥിച്ചു. ഇനിയും എങ്ങനെ പ്രാർത്ഥിക്കണം? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ കാണുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ആത്മാവ് താനും ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ. അപ്പം നമ്മളെയൊക്കെ വേണ്ടി പക്ഷപാതം. അപ്പം വേണ്ടും പോലെ നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ. പ്രാർത്ഥന പഠിപ്പിക്കുന്ന ആരാ? യേശു കർത്താവാണ്. സഹായിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ. എങ്ങനെ പ്രാർത്ഥിക്കാൻ? വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കാൻ? വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. അപ്പം യേശുക്രിസ്തു പഠിപ്പിച്ചു, നമുക്കൊരു അബ്ബായുണ്ട്. 2, അങ്ങയുടെ നാമം എന്താകണം? അപ്പോൾ പ്രധാന പ്രാർത്ഥനാ വിഷയം എന്തായിരിക്കണം? ദൈവനാമം എന്ത് ചെയ്യരുത്, ദുഷിക്കരുത്. വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കണേ. ദൈവനാമം എന്ത് ചെയ്യരുത്, ദുഷിക്കരുത്. എപ്പോഴും ഓർക്കപ്പെടണം, ദൈവനാമം എന്ത് ചെയ്യരുത്, ദുഷിക്കരുത്. ഈ സഭാവഴക്കുകളും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ആരാ ദുഷിക്കപ്പെടുന്നത്? ദൈവനാമം. ഇതിനകത്തൊക്കെ കമൻറ്റ് പറയുന്നത് ഒരു ബന്ധവും ഇല്ലാത്തവരാ. ഒരു ബന്ധവും ഇല്ലാത്തവർ വന്ന് കമൻറ്റ് പറഞ്ഞ് പോകുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ദൈവമേ, അങ്ങയുടെ നാമം എന്തുമാത്രം ദുഷിക്കപ്പെടുന്നേ. അങ്ങയുടെ നാമം എന്ത് ചെയ്യരുതേ, ദുഷിക്കരുതേ. 2, വേണ്ടും പോലെ പ്രാർത്ഥിക്കണം. ആര് പഠിപ്പിക്കും? യേശു കർത്താവ് പഠിപ്പിക്കും. ഇങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ദ മോഡ് ഓഫ് പ്രയർ പല നിലകളിൽ വേദപുസ്തകത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാണ് മുട്ടുകാലിൽ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. മുഴങ്കാലുകളിൽ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാൽ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നു, എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, മുട്ടുകുത്തുന്നു. പേർ വരുവാൻ കാരണമായ പിതാവായ ദൈവത്തിൻ്റെ സന്ധിയിൽ എന്ത് ചെയ്യുന്നു, മുട്ടുകുത്തുന്നു. പല പിന്നെ കല്യാണങ്ങളിലൊക്കെ ഇപ്പോൾ അതൊക്കെ കുറവാണ്, ഡ്രസ്സൊക്കെ പാടായതുകൊണ്ട്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ചെറുക്കനെയും പെണ്ണെ എന്ത് ചെയ്യും, മുട്ടുകുത്തിക്കും. എന്തിനാണെന്നറിയാം? മുട്ടുകുത്തുന്ന ഒറ്റ കാര്യത്തിനാണ്. നവകുടുംബം പിറന്നു വീണതേ ഉള്ളൂ, പക്ഷെ പിതാവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക, മുട്ടുകുത്തുക. എൻ്റെ സഭയിലുണ്ടായിരുന്ന ഒരു കുഞ്ഞ്, അവൻ്റെ പേര് പീറ്റർ എന്നാണ്. അവന് ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ ജോലിക്ക് കയറിയതാണ്. കല്യാണപ്രായം അടുത്തു. കല്യാണങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അവനെന്തോ ഒരു ക്ഷീണമൊക്കെ ആയിട്ട് എൻ്റെ സഹോദരി, എൻ്റെ പെങ്ങൾ
അന്ന് അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ എല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അവന് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, കല്യാണം കഴിക്കാൻ പാടാ. അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലേ. അങ്ങനെ കഴിക്കണമെങ്കിൽ ഒന്നുകിൽ ആ പെൺകുട്ടി അറിഞ്ഞേ കല്യാണം കഴിക്കാൻ ഒക്കത്തുള്ളൂ. അറിഞ്ഞൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. അവനൊരു കാര്യം തീരുമാനിച്ചു, ഈ അസുഖം മാറിയെന്ന് ബോധ്യപ്പെട്ടിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. ഒരു കുട്ടിയും ചതിക്കണ്ട, പറയാതിരിക്കേണ്ട. അപ്പോൾ അങ്ങോട്ട് ജോലി ചെയ്യുമ്പോൾ മിക്കവാറും രാത്രി വരും. അർദ്ധരാത്രി 1 മണി 2 മണിക്കൊക്കെ ഈ എളിയവും വരുമ്പോൾ അവൻ്റെ വാഹനം റോഡിൽ എവിടെയെങ്കിലും കാണും, പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ചെല്ലുമ്പോൾ അറിയാം ഹോളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ മുട്ടുകുത്തി കുഞ്ഞ് കാണും. ഒരു വർഷമല്ല, 2 വർഷമല്ല, ദീർഘവർഷങ്ങൾ മുട്ടുകുത്തി അവനവിടെ കാണും. മടുക്കാതെ രാത്രികളിൽ വന്ന് ചർച്ചയിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒടുവിൽ അവൻ്റെ ബ്ലഡ് വർക്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി നോർമലായി. പലയിടത്ത് റിപ്പീറ്റ് ചെയ്തു, എല്ലായിടത്തും നോർമലായപ്പോൾ അവന് കല്യാണത്തിന് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കല്യാണ ഡ്രസ്സ് ഇന്നുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് സാക്ഷ്യം പറയണം. കല്യാണ ഡ്രസ്സ് ഇന്നുകൊണ്ട് സർട്ടിഫിക്കറ്റ് കാണിച്ച് സാക്ഷ്യം പറഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബഹളമാണ്. എന്താണെന്നറിയാം, പിള്ളേരെല്ലാം എന്തിൻ്റെ ബഹളമാണ്? ഫോട്ടോയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് കല്യാണത്തിന് ഒത്തിരി പേരെ വിളിക്കണമെന്നൊന്നുമില്ല. അതൊക്കെ അച്ഛനും അമ്മയും വേണേൽ വിളിച്ചോണം. അവർക്ക് ഒറ്റ കാര്യം മതി, നല്ല സ്റ്റേജും വേണം, ഫോട്ടോക്കാരും വേണം. എന്തോ എടുക്കാനാ? ഫോട്ടോ. അത്രയും അപ്പുറത്തോട്ട് ഒരു കാര്യം, 10 പേർക്ക് ചോറ് കൊടുക്കണമെന്നോ അവരുടെ വിഷയമേ ഇല്ല. ഉപദേശിയെ വിളിക്കണമെന്നോ കല്യാണം പോലും നടക്കണമെന്നില്ല. അവർക്ക് എന്തോ മതി? ഫോട്ടോ മതി. അതാണ് അവർക്ക് വേണ്ടത്. ഫോട്ടോയും മ്യൂസിക്കും ഒക്കെ മതി. അതിനപ്പുറത്തോട്ട് വലിയ കാര്യങ്ങളൊന്നും പിള്ളേരുടെ ദർശനത്തിയില്ല. കല്യാണം കഴിഞ്ഞു, ഫോട്ടോ എടുക്കുന്നതിനിടയ്ക്ക് ഈ ചെറുക്കനും അതേ യൂണിഫോം ഇവരെ കാണാതായി. എവിടെയാണെന്നറിയാമോ? പെൺകുട്ടിയെ നവവധുവിൻ്റെ ഡ്രസ്സോട് കൂടി അവൻ ഹോളി വന്നു. എവിടാണോ അവൻ സ്ഥിരം മുട്ടുകുത്തുന്നത് അവിടെ അവർ രണ്ടും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. എന്താ കാര്യം? എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ എന്തു ചെയ്യുക? മുട്ടുകുത്തുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? പ്രാർത്ഥിക്കണം. മക്കളോടൊക്കെ പറയട്ടെ, എങ്ങനെ പ്രാർത്ഥിക്കണം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം. എളിയവൻ്റെ സഭയിൽ നിന്ന് ഒരു സഹോദരി ഈറോഡിൽ നേഴ്സിംഗ് പഠിക്കാൻ പോയി. അവളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി തമിഴ്നാട്ടിൽ ഈറോഡിൽ നിന്ന് പഠിക്കാൻ വന്നിട്ടുണ്ട്. അവൾ പറഞ്ഞ് ഞാൻ പെന്തക്കോസ്തുകാരത്തിയാണ്, ഇവളും പറഞ്ഞ് ഞാൻ പെന്തക്കോസ്തുകാരത്തിയാണ്. അപ്പോൾ ആ പെൺകുട്ടി ഇവളോട് പറഞ്ഞു, നിൻ്റെ മുട്ട് കാണിക്കാൻ. എന്തിനാ? പെന്തക്കോസാണെന്ന് നോക്കാൻ. അവൾ ചോദിച്ചു, എൻ്റെ മുട്ട് കാണണം. നിൻ്റെ മുട്ട് കണ്ടാലേ ഞാൻ പെന്തക്കോസാന്ന് പറയത്തുള്ളൂ. അവിടെ മുട്ട 2 തഴമ്പ്, ഇവിടെ മുട്ട 1 തഴമ്പ് ഇല്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങളുടെ പിള്ളേരെ എല്ലാം എന്തോ ചെയ്യും? മുട്ട നിർത്തി പ്രാർത്ഥിക്കും. അയ്യയ്ക്ക് നിർബന്ധമാണ്. അങ്ങനെ അവരുടെ സഭയിലുള്ള എല്ലാ പിള്ളേർക്കും എന്തോ ഉണ്ട്? മുട്ടയെ തഴമ്പുണ്ട്. മുട്ട നിന്ന് പ്രാർത്ഥിച്ച ഭയങ്കര അത്ഭുതങ്ങൾ നടക്കും. പൗർവിഷനിൽ ഈ എളിയവർ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് പൗർവിഷൻ ഒരു വെണ്ണിക്കുളം സ്റ്റുഡിയോ ഒക്കെ പൂട്ടിയിട്ടിരിക്കുകയും തിരുവല്ല സ്റ്റുഡിയോയിൽ അത്യാവശ്യം കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. കോവിഡിൻ്റെ സമയം. 2019 കഴിയുന്നു, 20 തുടങ്ങുന്ന സമയം. ആ സമയത്താണ് എളിയദാസർ അവിടെ ചെല്ലുക. വല്ലാത്തൊരു സമയം. ഞങ്ങൾ വെണ്ണിക്കുളത്ത് വന്ന് അടച്ചിട്ടിരുന്ന സ്റ്റുഡിയോയുടെ ഓരോ മുറികളിലും മുട്ടുകുത്തി. ഓരോ മുറിയായിട്ട് തുറന്നു. ഇന്ന് ആ സ്റ്റുഡിയോ മാത്രമല്ല, അതിൻ്റെ അടുത്തിരിക്കുന്ന സ്ഥലം മേടിച്ചു. വലിയ സ്റ്റുഡിയോ പണിതു. ഒരാഴ്ചയിൽ മിനിമം ഒരു 10,000-2,000 പേര് അവിടെ വന്ന് കയറിപ്പോകും. ഇന്നും മുഴങ്കാലുകളിൽ പ്രാർത്ഥിച്ച വലിയ അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. എന്നും മുഴങ്കാലുകളിൽ പ്രാർത്ഥിച്ച കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥിക്കണം. എല്ലാ മക്കളോടും പറയട്ടെ, എങ്ങനെ പ്രാർത്ഥിക്കണം? മുഴങ്കാലി ദാനിയേൽ പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും മുഴങ്കാലുകളിൽ പ്രാർത്ഥിച്ചെന്ന് കാണുകയാണ്. എസ്രാ പ്രാർത്ഥിച്ചു. പിന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. ഒരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നിട്ട് തൻ്റെ കുഞ്ഞിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കുഷ്ഠരോഗി വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇതിനെല്ലാം അപ്പുറത്ത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലനെ വരുത്തി. തബീത എന്ന് പറയുന്ന നല്ലൊരു സഹോദരി മരിച്ചു. 9:40. ഷി വാസ് എ വെരി ഗുഡ് ലേഡി. നല്ല സ്ത്രീയായിരുന്നു. മരിച്ചപ്പോൾ ഇനി ഏറ്റവും വലിയ പാസ്റ്ററെ കൊണ്ടുവരണ്ടേ അടക്കാൻ. അന്നത്തെ ഏറ്റവും വലിയ പാസ്റ്റർ ആരാ? പത്രോസിനെ വരുത്തി. പത്രോസ് എന്ത് ചെയ്തു? എല്ലാവരെയും ഇറക്കി വിട്ടു. അയ്യോ എന്തോ ധൈര്യമാണ്. എല്ലാവരെയും ഇറക്കി വിട്ടിട്ട് ആടുത്ത് മുട്ടുകുത്തി. എന്നിട്ട് ശാപവും പുള്ളിയും മാത്രം. ശാപത്തിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ഒറ്റ പറച്ചിൽ, തബീത എഴുന്നേറ്റ് വരാൻ പറഞ്ഞു.
തബീത എഴുന്നേറ്റ് വന്നു. ഒരു കാര്യം, ഇന്നും മരിച്ചു എന്ന് പറയുന്ന വിഷയങ്ങൾ ജീവിക്കും. മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ ഇന്നും മരിച്ചു എന്ന് പറയുന്ന വിഷയങ്ങൾ ജീവിക്കും. മരിച്ചു എന്ന് പറയുന്നത് ജീവിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചേ. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ആ സമയങ്ങളിൽ ഒരു ദിവസം ഇങ്ങനെ ശുശ്രൂഷ ലൈവായിട്ട് നടക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കുക. അന്ന് മുതൽ ഇങ്ങനെ മുഴങ്കാലുകളിൽ പ്രാർത്ഥന തുടങ്ങി. എല്ലാം കോവിഡാണ്, അടച്ചിട്ടിരിക്കുകയാണ് ആ തീഷ്ണമായ സമയങ്ങളിൽ, പാൻഡമിക്കിൻ്റെ ആ ഒരു കാലം. അപ്പോൾ മുട്ടയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. എല്ലാവരും നിന്ന് മുട്ടയിൽ പ്രാർത്ഥിക്കും. ഒന്നോ രണ്ടോ പ്രായമായവർ ഒഴിച്ച് ബാക്കി എല്ലാവരും മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കും. ആ സമയത്തെല്ലാം ഇങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ യൂട്യൂബിലൂടെയും ഫോണിലൂടെ ഒക്കെ വരും. അതെല്ലാം പ്രിൻ്റ് എടുത്തുകൊണ്ട് വരും. അന്നിങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥന നടക്കുക. ആ സമയത്തൊരു സംഭവം ഉണ്ടായി. തിരുവല്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു വെൻറ്റിലേറ്ററിലുള്ള അച്ചായൻ കിടക്കുക. അദ്ദേഹത്തിന് സീരിയസ് ആയി. അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത പുറത്ത് വന്നു. അദ്ദേഹത്തിന് സീരിയസ് ആണെന്നുള്ള വാർത്ത ഇവിടെ അറിയിച്ചു. ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി വഷളാകുന്നു. അദ്ദേഹം മരിക്കുന്നു. മരിച്ചിട്ട് ഇദ്ദേഹത്തിനുണ്ടായ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, ഇറ്റ് വാസ് എ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. അദ്ദേഹം ശരീരത്തിന് പുറത്ത് പോയി മരിച്ചു. അപ്പോഴത്തേന് ഈ വാർത്ത വരുന്നു, അദ്ദേഹം മരിച്ചു. ഞങ്ങൾക്ക് സീരിയസ് ആണെന്നുള്ള വാർത്ത കിട്ടി. ഞങ്ങൾ മുട്ടയിന്ന് പ്രാർത്ഥിക്കുക. ഇദ്ദേഹം കാണുന്ന അദ്ദേഹം മരിച്ചിട്ട് ഈ വെയ്റ്റ്ലെസ്സായി ആത്മാവിങ്ങനെ പറന്നു പോകുന്നു. അന്ന് പുള്ളി താപ്പോട്ട് നോക്കുമ്പം കാണുന്ന പുള്ളിയുടെ ബോഡി പെട്ടിക്കകത്ത് വെക്കുന്നു, ആംബുലൻസിനെ കയറ്റുന്നു, വീട്ടിൽ കൊണ്ടുചെല്ലുന്നു. വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ നിർത്തി ആംബുലൻസ്. എന്നിട്ട് കയ്യിലെടുത്തുകൊണ്ട് ബോഡിയും കൊണ്ട് അങ്ങോട്ട് പോവുക, വീട്ടിലോട്ട് പോകുമ്പം പുള്ളി മേളിൽ നിന്നുകൊണ്ട് കാണുന്നൊരു കാഴ്ച, കുറേ ഉപദേശിമാരിങ്ങനെ മുട്ടുകുത്തി നിരന്ന് ബ്ലോക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മളവിടെ മുട്ടുകുത്തി നിൽക്കുക, ബ്ലോക്ക് ചെയ്തേക്കുക. അങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്താൽ കയറ്റി വിടത്തില്ല. അതിനിടയ്ക്ക് ഒരു ഉപദേശി ചാടി എഴുന്നേറ്റ് ഒരു സിസർ കട്ട് എന്ന് പറഞ്ഞാൽ അറിയാമോ? പണ്ട് കണ്ടത്തി പന്ത് കളിക്കുമ്പോൾ 2 കാലം കൊണ്ട് അടിക്കുന്ന അടിയുടെ പേരാ എന്ത്? സിസർ കട്ട്. ഡണ്ടടേന്നടി. പന്ത് കളിക്കുന്ന നല്ല സിസർ കട്ട് അടിക്കും. ഒറ്റയടി ഒരു ഉപദേശി എഴുന്നേറ്റ് ഒറ്റയടി ഇതിലിട്ടാ ചാപപ്പെട്ടിക്കിട്ട് ഒറ്റയടി പെട്ടി കയ്യിൽ നിന്ന് അങ്ങ് പോയി ഇവരുടെ. ഇദ്ദേഹം ടിക്കൊന്ന് പെട്ടി വീണു. പുള്ളി അങ്ങ് ജീവിച്ചു. ഏതായാലും പുള്ളി ജീവിച്ചു. കേക്ക്, ഞാൻ ചുമ്മാ പുള്ളിയോട് ചോദിച്ചു, ആരാ അടിച്ചത്? എന്താ പറയാനാ, പ്രിൻസിപ്പാൾ അല്ലേ, ഒറ്റയടിയായിരുന്നു പറഞ്ഞു. ചാടി അടിച്ചെന്ന് പറഞ്ഞു. ആ ചാടി പെട്ടി കയ്യിൽ നിന്ന് പോയി. പെട്ടി കയ്യിൽ നിന്ന് പോയപ്പം പുള്ളി ജീവിച്ചു. അദ്ദേഹം ആ സാക്ഷ്യം പൗർഷണി വന്ന് പറഞ്ഞതാണ്. ഒരു BSNL ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ കഴിയും, നമ്മൾ ഇവിടെ മുട്ടുകുത്തിയ ദൂരെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇവിടെ മുട്ടുകുത്തിയ ദൈവം ദൂരെ അത്ഭുതങ്ങളെ ചെയ്യത്തില്ലേ? ചെയ്യും. അപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസിനെ ഇങ്ങനെ പിരിയുന്ന ഒരു സമയമുണ്ട്. അപ്പം ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണില്ലെന്നുള്ള വാക്കൊക്കെ ഓർത്തിട്ട്, എന്തൊരു ദൈവസ്നേഹ! അവർ തന്നെ എല്ലാവരും കൂടെ മുട്ടുകുത്തി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവനെ പെട്ടിപ്പിടിച്ച് ചുംബിച്ചു. കപ്പലോളം ചെന്ന് എന്ത് ചെയ്തു? യാത്ര അയച്ചു. അപ്പം വിശ്വാസ സമൂഹത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് കാണുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം. ആഗ്രഹമുണ്ടോ? മുഴങ്കാലുകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. എങ്ങനെ പ്രാർത്ഥിക്കണം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം. 2 എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് നമ്മൾ കാണുന്നുണ്ട്. വേദവസം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ലേ ഡൗൺ, നമുക്ക് കമിഴ്ന്ന് വീണ് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അപ്പോസ്തല ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നിലത്ത് വീണ് പ്രാർത്ഥിക്കുന്നുണ്ട് മോസസ്. ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ താൻ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കമിഴ്ന്ന് വീണ് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം? കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു, എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാം. 2 എങ്ങനെ പ്രാർത്ഥിക്കാം? കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കാം. ഉറക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കാം. 2 കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ പലപ്പോഴും പങ്കുവെച്ചിട്ടുള്ള ഒരു 2 അനുഭവങ്ങൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ കാണാത്ത ഒത്തിരി അനുഭവങ്ങളും മുഖങ്ങളും ഒക്കെ ഈ എളിയവർക്കൊക്കെ ഉണ്ട്. പക്ഷേ എത്രയോ രാത്രികളിൽ തമ്പുരാൻ്റെ മുമ്പിൽ കമിഴ്ന്ന് വീണ് കിടന്നിട്ടുണ്ടെന്നറിയാം. 1-2 ദിവസമല്ല.
ഞാൻ അട്ടപ്പാടി 3 ദിവസം വരെ വെള്ളം പോലും കുടിക്കാതെ എഴുന്നേക്കാതെ കിടന്ന ദിവസങ്ങളുണ്ട്. അതുപോലെ തകർച്ചകളൊക്കെ ഉണ്ടായപ്പം എങ്കിലും ഒരനുഭവം ഞങ്ങളുടെ സഭ ഒരു VBS നടക്കുക. VBS എനിക്ക് ഭയങ്കര ആവേശമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മെഗാ VBS നടത്തിയത് ഞങ്ങളാണെന്നാണ് ഞങ്ങളുടെ അവകാശവാദം. 2000 പിള്ളേരുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഉണ്ടാകാം. 2000 പിള്ളേരെയും കൊണ്ട് ഞാൻ VBS നടത്തി. ഒരു ആവേശമായിരുന്നു. റാന്നി കൂടെ റാലി നടത്തി കീക്കിരി പീക്കിരി പിള്ളേരെ എല്ലാം കൂടെ വെച്ചോണ്ട് ഭയങ്കര പാടായത്. ഏതായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പലയിടത്ത് നടത്തി. അങ്ങനെ തുമ്പിക്കൊണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് VBS നടക്കുക. ഈ VBS നടക്കുമ്പോൾ അതിൻ്റെ റാലി നടക്കുക ലാസ്റ്റിൽ. എനിക്ക് ഈ റാലി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആ ഒരു ആവേശപ്പിള്ള ഉണ്ടല്ലോ. ഇതാ ഈ ഗ്രാമവീഥികളെ രാജവീഥികളാക്കിക്കൊണ്ട് 100 കണക്കിന് ബാലികമാർ തൂവെള്ള വസ്ത്രങ്ങളടഞ്ഞ് തൂവെള്ള കൊടികൾ ഉയർത്തി ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ മന്നം വഴിയോര കാഴ്ചക്കാർക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അമലോത്ഭവനായ ക്രിസ്തുനാഥന് കീജയ് വിളിച്ചുകൊണ്ട് കന്യകാസുതന് കീജയ് പാടിക്കൊണ്ട് ആടിയും പാടിയും ആനന്ദ നൃത്തത്തിൽ ആറാട്ടിയും കൊണ്ട് ഇതുവഴി ഇതാ എന്ത് ചെയ്യുക കടന്നു വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ബഹളമൊക്കെ വെച്ച് പാട്ടും പാടി ആരമാരത്തോടെ VBS വന്ന് ഓടിച്ചോർത്തോട്ട് കയറുകയാണ്. അപ്പോൾ അവരെ വിടാനായിട്ട് ബാൻഡ് സെറ്റിനെയൊക്കെ ഒന്ന് വിട്ടാൽ എനിക്കൊരു 16,000-7,000 കുറേ വർഷം മുമ്പാ എൻ്റെ ഉണ്ട് എനിക്ക് അവരെയൊക്കെ വിടാം. പക്ഷേ അന്നേരം എൻ്റെ സത്യത്തിൽ 5 പൈസയില്ല. ഈ 1 പൈസ ഇല്ലാത്തപ്പോൾ ഒരു ഭയങ്കര ധൈര്യമാണ്. പകുതി പൈസ ഉള്ളപ്പോൾ അതുകൂടെ വേണമല്ലോ. ഒന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ നോട്ടീസ് അടിക്കാൻ പോയി ഒരു VBSൻ്റെ. അപ്പോൾ അവർ വന്ന് ചോദിച്ചു ഈ സാധാരണ അച്ഛൻ്റെ പറക്കി അത് വേണോ അതോ ഓപ്സെറ്റ് വേണം. അപ്പോൾ ഓപ്സെറ്റ് ഇറങ്ങുന്ന കാലമാണ്. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു ഈ ഓപ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മൾട്ടി കളർ അടിക്കാൻ നല്ലതാണ്, കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതാണെങ്കിൽ ഒരു 800 രൂപ ആവും, മറ്റേ ആണെങ്കിൽ ഒരു 400 രൂപയ്ക്ക് തീരുന്നത്. അപ്പം പുള്ളി ആലോചിച്ചപ്പോൾ 2 ആകുന്നേരം എന്തില്ല, പൈസയില്ല. എന്നാൽ പിന്നെ നല്ലതിരിക്കട്ടെ എന്താ പറഞ്ഞാൽ ഈ ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ധൈര്യമാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുകയും അകത്ത് പിള്ളേരെ വിടാം. അന്നേരം ഇതൊക്കെ വേണ്ടി പെറോട്ട അടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ സൗകര്യങ്ങളാണ്. ഈ പെറോട്ട അടിക്കുന്നിടത്തൊന്നൊരു ഞങ്ങളുടെ ഒരു അച്ചായൻ ഇറങ്ങി വന്ന് കേട്ടോ. നല്ല CAT-കാരനൊരു ലോഡിങ്ങുകാരനാണ്, തടി ലോഡിങ്ങാണ്. ഈ തടി ലോഡിങ്ങൊക്കെ ഇപ്പം കാണാനില്ല, ഇപ്പം എല്ലാം ക്രെയിനല്ലേ. മറ്റേ ഈ തടി ലോഡിങ് ഉണ്ട്. ഗ്രാമങ്ങളിലൊക്കെ റോഡ് ബ്ലോക്കാക്കി എന്താ കാണുന്നതല്ലേ. കണ്ടിട്ടുണ്ടോ? പോയി 50% ആയുസ് പോയി. അതൊക്കെയാണ് കാണണ്ടേ. അവരൊരു പാട്ടുണ്ട്, ഏലേ ഐലസ ഒത്ത് പിടിച്ച് ഐലസ കയറി പോട്ടെ ഐലസ അല്ലേ. നമ്മുടെ വണ്ടി ഐലസ. അതങ്ങോട്ട് പറയുന്ന അനുസരിച്ച് എന്തോ കയറും, തടി കയറും. ആ തട്ടി ഇങ്ങനെ പിടിക്കുന്ന വരച്ചാനായത് കമ്പി ഇങ്ങനെ പിടിച്ചോണ്ടാണ് കയറുന്നത്. തോളൊക്കെ ഉരുക്ക ഇങ്ങനെ ഇരിക്കും. ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുക. തോർത്തൊക്കെ കൊടുത്ത് അദ്ദേഹം തോർത്തങ്ങോട്ട് മാറ്റി നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്ന്, അവരുടെ പോക്കറ്റൊക്കെ നിക്കറല്ലേ, നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബഞ്ച് പൈസ എടുത്ത് എൻ്റെ തന്നു. ഞാൻ നോക്കിയപ്പോൾ 7,000 രൂപയുണ്ട്. എനിക്ക് അന്നേരം അത് മതി, കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങളുടെ ഒരു പാസ്റ്റർ മരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വെൽഫെയർ ഫണ്ടിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഞാൻ ഞങ്ങളുടെ സഭാ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. തിരിച്ച് തിരുവല്ല എടുക്കാറായപ്പോൾ എൻ്റെ പിള്ളേർ എന്നെ വിളിച്ചു, അച്ഛാ തിരുവല്ല എവിടെയായി? ഞാൻ പറഞ്ഞു തിരുവല്ല എടുക്കുന്നു. ഓടിച്ചെന്നേ അച്ഛൻ്റെ ജോയിച്ചാൻ്റെ തലേ തടി വീണു, ഈ മനുഷ്യൻ്റെ തലേ തടി വീണു. ഞാൻ ചെന്ന് പുഷ്പരി നിൽക്കുമ്പോൾ ആംബുലൻസ് വന്നു, നോക്കി ഓടിച്ചെന്ന് തുറന്ന് ഞാനിവിടെ കൂടി എടുക്കുമ്പോൾ നിശ്ചലമായ ബോഡിയാണ്, മരിച്ചു. പക്ഷെ എന്നെ അതിലും കൂടുതൽ കരയിപ്പിച്ചൊരു കാര്യമുണ്ട്. തൊട്ടടുത്തിരുന്ന അതുപോലൊരു തൻ്റെ കൂടെ ഇരുന്ന സഹപ്രവർത്തകൻ ലോഡിങ്ങുകാരനായ സഹോദരൻ ഇതുപോലെ നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എൻ്റെ തന്നു. അവിടുത്തെ ചോരയാണ്. ഞാൻ ചോദിച്ചു ഇതെന്താ? ചോര വീണ ആശുപത്രിയിലോട്ട് പോകുമ്പോൾ അവസാനത്തെ പൈസ എടുത്ത് കൊടുത്തു, പ്രിൻസ് പാസ്റ്ററെ കൊടുത്തേക്കാൻ. ലാസ്റ്റിലെ പൈസ ചോര പുരണ്ട കാശ്. എനിക്കതുകൊണ്ട് ഈ ജാടയൊക്കെ കാണുന്ന ഭയങ്കര പാടാണ്. നമ്മൾ ഈ ചോര പുരണ്ട ലാസ്റ്റ് പൈസ കൈ മേടിച്ചിട്ടുണ്ട്. എൻ്റെ വിലയായിനൊക്കെ. ആ ചോദിച്ചാൽ മരിച്ചു. അത് കഴിഞ്ഞ് ആ ആഴ്ച തന്നെ ഒരു ആൻറ്റി മരിച്ചു. ഡെങ്കു ആയിരുന്നു. ആ ദിവസങ്ങളിലാണ് ഡെങ്കു ഫീവർ വന്ന് കോട്ടയത്ത് അഡ്മിറ്റാക്കി. ബ്ലഡ് പ്ലാസ്മ വേണമെന്ന് പറഞ്ഞു. അത് എറണാകുളത്തെ ഉള്ള ആ ഗ്രൂപ്പ്, അതിന് ഞാൻ ഒരു ആംബുലൻസ് പിടിച്ച് എറണാകുളത്ത് പോകുമ്പോൾ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് അറേഞ്ച്ഡായി. അവിടെ ചെന്ന് മേടിച്ച് പൈസ കൊടുത്ത് എൻ്റെ കയ്യിലോട്ട് ബ്ലഡ് തരും. ഞാൻ മേടിക്കുകയും ഫോൺ വന്നു, ആൻറ്റി മരിച്ചു. ആ ആൻറ്റിക്ക് 42-43 വയസ്സേ ഉള്ളൂ.
മരിച്ചു. പിറ്റേ ആഴ്ചയോ നടക്കുക, എല്ലാവരും ഓ സ്ഥലത്തിരിക്കുക. പാട്ട് പാടാനും കൊയർ എഴുന്നേറ്റു. അവർ പാടി. എല്ലാവർക്കും നമുക്ക് കരങ്ങളടിച്ച് പാടാം, ആരാധിപ്പാൻ നമുക്കൊരു കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. പാട്ട് തെറ്റല്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ മരിച്ചു പോയ അച്ചായൻ്റെ ഭാര്യയും പിള്ളേരും ഇരിക്കുന്നു. മരണപ്പെട്ട ആൻറ്റിയുടെ അച്ചായനും മക്കളും ഒക്കെ ഇരിക്കുക. എനിക്കങ്ങ് സങ്കടമോ ദേഷ്യമൊക്കെ വന്നു. ഇച്ചിരി അവിവേകമായിരിക്കാം. ഞാൻ പറഞ്ഞു, ഇന്നിവിടെ ആരാധനയില്ല, പിരിച്ചു വിട്ടിരിക്കുന്നു, പോകാം, എല്ലാവർക്കും വേണമെങ്കിൽ പോകാം, ഇരിക്കാം. ഉത്തരവാദിത്തം എൻ്റെയാ. ഇനി ഇവിടെ ഇങ്ങനെ അടക്കാൻ ഒക്കില്ല. ഞാനിവിടെ കിടക്കുക, എന്നെ കൊണ്ട് ഇനി ഇതൊക്കില്ല. ഇച്ചിരി ആവേശത്തിലോ ഇമോഷനിലോ ഒക്കെ സംഭവിച്ച, പക്ഷേ റെസ്പോൺസ് പോസിറ്റീവായിരുന്നു. എൻ്റെ എല്ലാ സഹോദരങ്ങളും കമ്മണ് വീണു. 190 കിലോ ഉള്ള ഞങ്ങളൊരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി വരെ കമണ്ണടിച്ച് വീണു. അങ്ങനെ മണിക്കൂറുകൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ആശീർവാദം പറഞ്ഞു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, പിന്നെ നാളിതുവരെ അങ്ങനെ എത്രയോ വിഷയങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. ഒന്നെനിക്ക് പറയാം, കമണ്ണ് വീണ് പ്രാർത്ഥിച്ച എഴുന്നേൽക്കുമ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തികളെ കാണാൻ കഴിയും. കമണ്ണ് വീണ് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മുടെ ഒറ്റയ്ക്കുള്ള ജീവിതാനുഭവങ്ങളിലൊക്കെ നമ്പരപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങൾ വരും. എങ്ങനെ പ്രാർത്ഥിക്കാം? കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ഒരു അനുഭവം ഞാനിവിടെ ഒരു വട്ടം പറഞ്ഞു എന്നെൻ്റെ ഒരു ചെറിയ ഓർമ്മ. എങ്കിലും ഒരു രാത്രി 12 മണിയായപ്പോൾ ഒരു ആൻറ്റി പ്രാർത്ഥിക്കാൻ വന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു ആൻറ്റിയാണ്. അവർക്ക് ഡിപ്രഷനായിരുന്നു. പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പയൊക്കെ ഉള്ളപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആൻറ്റിക്ക് അങ്ങ് സന്തോഷമായി. അവർ ചിരിച്ചു, കഞ്ഞി കുടിച്ചു, സംസാരിച്ചു. കുറേ ദിവസമായിട്ട് ഇതൊന്നും ഇല്ല. അവർ സന്തോഷമായി. അപ്പോൾ ആ സഹോദരിയുടെ ചോദിച്ചു, ഞാൻ ഇന്നിവിടെ പാസ്റ്റേജിൽ കിടന്നോട്ടെ, എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ്. സന്തോഷം. ഇവിടെ കിടന്നു. അവിടെ കിടന്നു. അവരെല്ലാം പോയി. രാത്രിയിലൊക്കെ നോക്കുമ്പോൾ നല്ല ഉറക്കമാണ്. വെളുപ്പിന് എൻ്റെ ഭാര്യ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ഉറക്കമാണ്. അവളൊരു 7 മണിയായപ്പോൾ ഒരു ചായയും കൊണ്ട് ചെന്നപ്പം ഇച്ചയെ കാണുന്നില്ല. എന്നോടൊന്ന് പറഞ്ഞു, ഇവിടെ അങ്ങും ഇല്ല. ഞാൻ പറഞ്ഞു, അവിടെ എങ്ങാനും കാണൂടി കുഞ്ഞെ. പക്ഷെ അവിടെ നിന്ന് നോക്കിയിട്ട് ഇല്ല. പെട്ടെന്ന് സീരിയസ് ആയി, കാണുന്നില്ല. എല്ലാവരും വന്നു തപ്പാൻ തുടങ്ങി. ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം വന്നു ഓട്ടത്തോടോട്ടം. ഇച്ചയില്ല. ഫസ്റ്റ് ബസ് പോയതിൻ്റെ എല്ലാം പുറകെ പോയി. ഇച്ചയെ കാണുന്നില്ല. ഇച്ചയെ എന്തു ചെയ്യും? ഒടുവിലൊരു 8:30 ആയപ്പോൾ അവരുടെ വീട്ടിലറിയിച്ചു. അവിടുന്ന് ഒരു വണ്ടി ആൾ വന്നു. നല്ല കൈക്കരുത്തുള്ള ഒരു അച്ചായൻ, അവരുടെ ഭർത്താവാണ്. വന്നിട്ട് എൻ്റെ അപ്പ ഇങ്ങനെ ചാരികസരെ കിടക്കുക. തന്നെത്താൻ ഇടിച്ചുകൊണ്ട് ഇദ്ദേഹം ഉരുണ്ടങ്ങ് വീണു. എൻ്റെ പാസ്റ്ററച്ചായ, ഒരു ഭാര്യ അച്ചാനില്ലേ, പിന്നെന്തിനാ എൻ്റെ കൂടെ? എൻ്റെ ഭാര്യയെ തന്നാൽ ഞാൻ എൻ്റെ സ്വത്തെല്ലാം ഇട്ടിത്തരാം. എനിക്ക് എൻ്റെ ഭാര്യയെ മതി. അയാൾ സങ്കടത്തിൽ പറയുക, ഭാര്യ എന്തി? ലോകം മുഴുവൻ തപ്പുക. പരാതികളെല്ലാം കൊടുത്തു, കാണുന്നില്ല. അവരുടെ ബന്ധുക്കളെല്ലാം തപ്പി വീട്ടിൽ വരാൻ തുടങ്ങി. നല്ല ഒന്നാന്തരം പിള്ളേർ സെറ്റ്, കൈ കൊടുത്ത പിള്ളേർ വന്ന് മുറ്റത്ത് നിൽക്കുക. ഇച്ചിരി കഴിയുമ്പോൾ അവരുടെ രൂപം മാറും. എന്തിയെ? വീട്ടിലാക്കിയിട്ട് പോയതാണ്. ഞാൻ പോയി പരിപരുത്ത അന്നെൻ്റെ ഹോള്, കെട്ടാത്ത മറയ്ക്കാത്ത ഹോള്, പരിപരുത്ത കാർപ്പറ്റിടാത്ത എൻ്റെ തറ, ആ തറയിൽ ഞാൻ കമന്ന് കിടന്നു. തമ്പുരാനെ, ഇച്ചയെ കാണാതെ ഞാൻ എഴുന്നേക്കത്തില്ല. ചൂടെ കഴിഞ്ഞാൽ അവരുടെ രൂപം മാറും, ഭാവം മാറും. 10 മണിക്ക് കിടന്ന ഞാൻ 10:30, 11, 11:30, 12, 12:30, 1 മണി. ഞാൻ തമ്പുരാണ്ട് പറഞ്ഞ് ഞാൻ കാണാതെ എഴുന്നേക്കത്തില്ല. ഇച്ചിരി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് കിടന്നിട്ട് എന്തോ ചെയ്യാനാ, എവിടെ പോയി തപ്പാനാ? 1 മണി ആകാറായപ്പോൾ എൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ അവിടുന്ന് 2-3 വീട് കഴിയുമ്പോൾ ഞങ്ങളുടെ കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ കിണറ്റി ഒരു സ്ത്രീ കിടപ്പുണ്ടെന്ന് ആരാണ്ട് പറയുന്നു. വരുന്നോ? ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല. അവൾ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നു. ഇച്ചയ്യ ചത്തില്ല, പൊങ്ങി ഒരു പോച്ചയെ പിടിച്ച് കിടപ്പുണ്ട്. ഫയർഫോഴ്സ് വന്ന് ഇച്ചയ്യെ പുറത്തെടുത്തു. ഇച്ചയ്യെ പുറത്തെടുത്തു. ഞാൻ ഇച്ചയോട് ചോദിച്ചു, ഇച്ചയ്യ എന്താ പറ്റിയേ? ഇച്ചയെ പറഞ്ഞു, എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല കുഞ്ഞെ. ഞാൻ രാവിലെ ഒരു കുഴപ്പമില്ല മുറ്റത്ത് ഇരുന്നപ്പം ഞാൻ കാണുന്നു, അത് ഹലൂസിനേഷനാകാം, പോരാട്ടമാകാം, ഒരു സ്ത്രീ എന്നെ വിളിച്ചു, ബാ. അവരെൻ്റെ മുമ്പ് കിടന്നു. ആ കിണറിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബാ. ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ആ കിണറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ കിണറ്റിലോട്ട് താണ് പോയിട്ട് പറഞ്ഞു ബാ. ഹലൂസിനേഷനാകാം, സൈക്കോളജിക്കലി അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും? ഏതായാലും അവരെടുത്ത് ചാടി. പൊങ്ങി വന്നപ്പോൾ ഒരു പോച്ചയെ പെട്ടി. എങ്ങനായാലും 10-55 കിലോ ഉണ്ട്. എത്ര കനക്കുറവാന്തേലും ആ പോച്ച പറഞ്ഞു പോത്തില്ലേ?
രാവിലെ 6:30 പിടിച്ച പോച്ച ഉച്ചയായിട്ടും പറഞ്ഞില്ല. ഫയർഫോഴ്സ് വന്നെടുത്തു. പിറ്റേ ദിവസത്തെ പത്രത്തിലൊരു വാർത്ത വന്നു, ഇന്നടത്ത് ഇന്നാരുടെ ഭാര്യ ഇന്നാര് ബന്ധുവീട് സന്ദർശിക്കവേ കാൽ വഴുതി കിണറ്റി വീണു, ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഒറ്റ വാക്കിലൊരു വാർത്ത. അല്ലായിരുന്നെങ്കിൽ വന്നേനെ. പാസ്റ്റർ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ടാക്കിയ സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിണറ്റിൽ. സീനിയർ പാസ്റ്ററും മകനും അറസ്റ്റ്. വരത്തില്ലേ? വരും. വന്നോ? ഇല്ല. പക്ഷെ ആ 3 മണിക്കൂർ കിടന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നും അത്ഭുതങ്ങൾ കാണാം. ഇന്നും അത്ഭുതങ്ങൾ കാണാം. അത്ഭുതങ്ങൾ കാണാം. അത്ഭുതങ്ങൾ കാണാം.